അങ്ങനെയാണെങ്കിൽ മാധവ, ഇവിടെ ഉപവിഷ്ടരായ എല്ലാ വ്യക്തികളെയും വധിച്ചുകൊണ്ട് അവർക്ക് ധർമ്മമാർഗത്തിലേക്ക് വരുവാനുള്ള അവസരം നാം നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? നിന്റെ ശത്രുക്കൾ ധർമ്മത്തിന്റെ മര്യാദകളെല്ലാം ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർത്ഥ. അധർമ്മം അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. അവരുടെ ഉന്നതി ഇനി സംഭവ്യമാകുന്ന കാര്യമല്ല. അപരാധികൾക്കൊരു പരിധിവരെ മാത്രമേ തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം പ്രദാനം ചെയ്യുകയുള്ളൂ. നാം അന്ത്യം വരെ ശിശുപാലന്റെ 99 അപരാധങ്ങളും ക്ഷമിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ 100 അപരാധങ്ങൾ ചെയ്തതിന് ശേഷം അവന് ശിക്ഷ നൽകേണ്ടതിന്റെ ആവശ്യകത ഉണ്ടായി. അപരാധികളെ കൂടുതൽ അപരാധം പ്രവർത്തിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ അവന്റെ പതനം ആ അപരാധത്തെക്കാൾ എത്രയോ വലുതായിരിക്കും. അവനെ അധർമ്മത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് തന്നെ കരുണയാണ് ധനഞ്ജയ. ഈ ആത്മാക്കളൊന്നും തന്നെ മൃത്യു വരിക്കുന്നതല്ല. അധർമ്മത്താൽ ദുഷിച്ച ശരീരത്തെ പരിത്യജിച്ചുകൊണ്ട് പുതിയ ശരീരം സ്വീകരിക്കുന്നതായിരിക്കും. ആ പുതിയ ശരീരത്തിൽ പുരോഗതിക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. ഈ ചിന്തയോടുകൂടി ഇനി നീ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അതുചിതമായിരിക്കും.